പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ലോകം മുഴുവനും ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കാം. ഓസ്ട്രേലിയയിലെല്ലാം യൂറോപ്യൻ രാജ്യത്തെ പ്രദേശത്തെ തുർക്കികൾ മറ്റ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചപ്പോൾ മാർപ്പാപ്പയും ജനങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജപമാല ചൊല്ലി ദൈവമേ എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചു. പ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, തുർക്കികൾ തോൽക്കപ്പെടുകയും ഓസ്ട്രേലിയയിലെ ജനങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ വിജയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അന്ന് തുടങ്ങിയാണ് പരിശുദ്ധ ജപമാല ചൊല്ലി ശക്തമായി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഡൊമിനിക്കിലൂടെ ദൈവം നമുക്ക് ആഹ്വാനം നൽകുന്നത്. നമ്മുടെ ഒക്ടോബർ മാസത്തിൽ നമ്മളെപ്പോഴും പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ മാതാവിൻ്റെ ജപമാല ഒക്ടോബർ മാസം ഭക്തിപൂർവ്വം നമ്മൾ പങ്കെടുക്കുക. തീർച്ചയായും മാതാവിനുള്ള സ്നേഹത്താലും കാരണത്താലും നമ്മുടെ ജീവിതം ധന്യമാകാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക്, പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകമാം വിധം ഇന്ന ദിവസം കർത്താവായ യേശുനാഥൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഒലിവുമലയിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുന്നതാണ് ഒന്നാമത്തെ വായന നമുക്കറിയാം. തീർച്ചയായും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷവാഹകരായി തീരുവാൻ ഈ ബലിയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധ മാതാവിൻ്റെ അടുക്കിലേക്ക് മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലാവർക്കും ദൈവം നേരിട്ടാണ്. മോശയ്ക്ക് പ്രഭാതത്തിന്, യാക്കോബിനെ, അല്ലെങ്കിൽ ദാവീദിനെല്ലാം ദൈവം ഇങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെ അടുക്കലും എന്ന് പറയുന്നു കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന് പറയുക. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ എന്ന് മാലാഖ വഴി വലിയ സന്ദേശം പരിശുദ്ധ മറിയത്തിന് ലഭിക്കുന്നു. അന്ന് തുടങ്ങി അവസാനം വരെ, ജീവിതം അവസാനം വരെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് മാതാവ് നിറവേറ്റിയത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന നമ്മുടെ കുടുംബത്തിലെ ഭാര്യ, ഭർത്താക്കന്മാർ, മക്കളെല്ലാവരും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയുടെയും ഇഷ്ടങ്ങൾ നിറവേറ്റിക്കൊണ്ട് വലിയ കൃപയോടുകൂടി ജീവിക്കാൻ ഈ ബലിയെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ബലിക്കായി നമ്മുടെ എല്ലാവരും നിയോഗങ്ങൾ ഈ ബലിയിൽ നോക്കാം. പ്രതി ദിവസം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ജെയിംസ് കിഴമല, പാണേക്കാട് വിളവ് സേവ്യർ, ബാബു ആലിംഗൽ, സഞ്ജു, ഈ ബലിയിൽ പ്രത്യേക രോഗസൗഖ്യത്തെ പ്രാർത്ഥിക്കുന്ന ഷിബു തൈക്കോട്ടത്തിൽ, ഒരു കുഞ്ഞ് പ്രത്യേകം അത്യാസനിൽ ബെഡിൽ കഴിയുന്ന ഒരു കുഞ്ഞ് സൗഖ്യത്തെ പ്രാർത്ഥിക്കാം. സോണി, സ്കറിയ എന്നീ മക്കളെ നിയോഗങ്ങൾ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ജീവ, ശരത്, അതുപോലെ വിമൽ, ജാൻസി, ഈ ദമ്പതികൾ അനുഗ്രഹിക്കണമേ. പ്രത്യേക നന്ദിയോടുകൂടെ ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ഈ ബലിയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് അയച്ചിരിക്കുന്ന സന, സന്ദീപ്, ബിബിൻ, സുജായിൽ സി, ജോ പെരേര, ആഷിൽ ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ ജോർജ്, പ്രത്യേകിച്ച് മേബിൻ, മാത്യു വർഗീസ്, മിഗൽ അന്ന, ഏലിയമ്മ ജോർജ്, ജോൺ ജോസഫ്, മോളി ജോർജ്, നീതു ജോർജ്, ഗ്ലാഡിസ് ക്ലൈറ്റസ്, ദിവ്യ, സാബു, ടാനിയ പൗൾ, സന്ദീപ്, മഞ്ജു, സുസ്മിത, നവോമി, തനിഷ്ക, തോമസ്, ഷെർലി, ഷാരോഷീൻ, ആര്യ കുടുംബാംഗങ്ങൾ, പ്രത്യേകം ശോഭനാമണി, ഗാസ്പർ, ബീന, ബേസിൽ, ബെഞ്ചമിൻ, മോളി, അശോക്, രശ്മി, അജു, അഗസ്റ്റിൻ, ലൂസി, അജിത്, നിഷ, ജവാന, ജവാക്കി, അനൂപ്, സസിൽ, കുടുംബാംഗം, സുബി, ജോർജ്, നീലേശ്വരൻ, നവീൻ, ഇബിലെ പ്രദേശ്, ഇലഞ്ഞിക്കൽ, ജോൺസൺ, റീത കുടുംബ, അവരുടെ കുടുംബ എല്ലാ മക്കളെയും, ആനി, ഷീബ കുടുംബ നിയോഗങ്ങളെയും, പ്രത്യേക പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കണം ജോൺസൺ, കളത്തപ്പുറം കുടുംബാംഗങ്ങളെയും, ഈ ദിവസം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സാബു, പാണേക്കാട് കുടുംബാംഗങ്ങളെയും, അതുപോലെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുളക്കശ്ശേരി, ഉഷ, മത്തായി കുടുംബ നിയോഗങ്ങളെയും, പുളിപ്പറമ്പിൽ ക്ലീറ്റസ് കുടുംബ നിയോഗങ്ങളെയും, അവിടെ എല്ലാവരെയും കുടുംബങ്ങൾ, ബിനീഷ് കുടുംബാംഗങ്ങളെയും ഈ ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾക്കൊപ്പം തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എളിമയോടെ ഏറ്റുവരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെയും നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ വില, എൻ്റെ വലിയ വില ആകെയാണ് ഇതിനെയായ വിശുദ്ധ മറിയത്തോടും എല്ലാ
മാലാഖമാരുടെ വിശുദ്ധരോട് സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാവങ്ങൾ പുറത്തെ നമ്മെ നിന്റെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സർവശക്തനായ കർത്താവേ, ഞങ്ങളുടെ മാനസങ്ങൾ അങ്ങേക്ക് സമൃദ്ധമായി ചൊരിയണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ അവതാരം അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ മറിയത്തിന്റെയും വിശുദ്ധ പിതാവിന്റെയും മധ്യസ്ഥയാൽ അവിടുത്തെ പീഡാസകനും കുരിശുമരണം വഴി ഉയർപ്പത്തിന് മഹത്വത്തിൽ എത്തിച്ചേരുവാനും എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 1-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ ഒലിവു മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി. തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹൽബയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും.
അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഗബ്രിയേൽ ദൂതൻ ഗലീലിയ പട്ടണത്തിൽ നസ്രത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ടു അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിമാന അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൈവത്തിൽ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടും. എന്നാൽ അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന് പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ മരത്തിന്മേൽ അവൻ എന്നേക്കും വരം നടത്തും. അവൻ രാജ്യത്തിന് അവസാനമുണ്ടാകിയില്ല. മറിയം ദൈവത്തോട് പറഞ്ഞു, ഇതെങ്ങനെയാ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളുവരും. അത്യുന്നത ശക്തി നിന്നെ ആവശ്യിക്കും. ആകിയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കണം. ഇതാ നിന്റെ ചാച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവ് ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൈവദൂതൻ അവളുടെ മുമ്പിൽ നിന്നും പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടും നീ
ദൈവമേ തവ കൈകളിൽ ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടും നിതാ ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകളെന്ന് കനിവാർന്ന് സ്വീകരിക്കണമേ. അങ്ങേകജാതിന്റെ വാഗ്ദാനങ്ങൾക്ക് അർഹരാകത്തകവിധം അവിടുത്തെ സ്വർഗീയമായ രഹസ്യങ്ങൾ അനുസ്മരിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തമേ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, പരിശുദ്ധ ജപമായ രാജ്ഞിയുടെ തിരുനാമങ്ങളിൽ വിശുദ്ധ പിതാവിന്റെ സദനത്തിലും അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അങ്ങേ പരിശുദ്ധ മാതാവിന്റെ താഴ്മയെ കടാക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവ് വഴി ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ അങ്ങ് പ്രദാനം ചെയ്തുവല്ലോ. വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയാൽ എല്ലാ കുടുംബങ്ങളെയും ഉണ്ണീശോയെയും പരിശുദ്ധ മാതാവിനെയും അങ്ങ് കാത്തു പരിപാലിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും താഴ്മയോടുകൂടി ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകൾ നിറഞ്ഞു മഹിം വിണ്ടല ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി കരങ്ങൾ കൂപ്പി ക്രിസ്തുവിലേക്ക് നോക്കാം. കൃപ നിറഞ്ഞവനായിട്ടില്ല. പരിശുദ്ധ മാതാവിനോട് മാലാഖമെന്ന് പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്ന്. ദൈവകൃപ നിറഞ്ഞവളെ, ഈ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. കൃപകളുള്ള കർത്താവിൻ്റെ കൃപയാൽ ജീവിക്കുന്ന മകനായി തീരും. ഈ നിമിഷം എല്ലാവരും നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, മക്കളെ, എല്ലാ രോഗികളെയും പ്രത്യേകം എല്ലാ മക്കളെയും സമർപ്പിച്ച് സർവശക്തനായ
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. ദൈവമേ ദൈവമേ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ 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 വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർന്നവരെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പുമാക്കി അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കിടുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കണം അങ്ങേ തിരുസഭയും ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദ്ദനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് മറിവിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിലുകളുടെ സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയെത്തിക്കും. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണം. ഇന്ന് ജന്മദിനം ഓർക്കുന്ന ജോർജ് വർഗീസിനെയും മറ്റെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെയും ഈ ദ്വീപിനെയും പങ്കുചേരുന്ന എല്ലാ മക്കളെയും, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ആശുപത്രി വീടുകളിലും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തും ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ അസപിതാവിനും അപസലഗണത്തോടും എല്ലാ വിശുദ്ധമത്തിനും നിത്യയിലും പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ ശ്രദ്ധിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. എല്ലാവർക്കും എഴുന്നേൽക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഹൃദയം കണ്ണുകളെല്ലാം ഈശോയിലേക്ക് ഉയർത്തി ഈശോയുടെ പ്രാർത്ഥിച്ചുവല്ല. സ്വർഗസ്നായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം വരണം, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മനസ്സിലാക്കുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അപ്പോസ്തലന്മാർ ചെയ്യുന്നത്. ഞങ്ങളുടെ പാപങ്ങളിലെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും കൽപ്പിച്ചുകയാണ് എന്നതും ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മനസ്സിൽ കർത്താവ് സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിത് ലോകത്തിൻ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായ ഭാഗ്യവാൻ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാസുഖം നേടുവാൻ. കർത്താവായ ഈശോയെ, പിതാവായ ഈശോയെ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സത്യമായും ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കണം. ആരാധിക്കണം. അങ്ങ് ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ അരൂപിയാൽ എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. സ്നേഹം വെച്ചു വിളമ്പും ദിവ്യമഹോത്തമായി സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നേ.
സ്വാതന്ത്ര്യത്തിലും മഹത്വത്തിലും പങ്കാളികളാകുവാൻ എളിയവരായി ഞങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. കൈവേല ചെയ്തു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമതയുടെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ച സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവ് ദൈവജനയുടെ രക്തകർത്താവായ യേശുപിതാവിനെ കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മന്റെ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയാലും ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരങ്ങൾ കൂപ്പി പരിശുദ്ധിയോടെ യേശുപിതാവിനെ ധ്യാനിക്കാം. രോഗശാന്തി ദിനമായി മാസാദി ബുധനാഴ്ച എല്ലാ രോഗികളും ഷിബു തൈക്കോട്ടതിൽ അത്യാസനയിലെ ഐശ്വര്യായികന ലിവർ ക്യാൻസർ ബാധിച്ച മകനെ ഓർക്കാം. പ്രത്യേകിച്ച് വെന്റിലേറ്റർ കഴിയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം പ്രാർത്ഥിക്കണേ ആചരിക്കുന്ന ജീവ, ശരത്ത്, വിമൻ, ജാൻസി ഈ മക്കളെയും ഈ നമ്മെ ദൈവം പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഏർപ്പെട്ട പ്ലസ് കുടുംബാംഗങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വെച്ചുമെല്ലാം ഭാഗ്യപ്പെട്ട സ്വപിതാവേ അങ്ങിൽ അഭയം തേടുന്ന ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയം ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയ ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ മുമ്പേ കണ്ണുകളച്ച് നമ്മുടെ ആവശ്യം സമർപ്പിച്ച് അവസരത്തിലാണ് പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിശ്വസിച്ച പ്രാർത്ഥന ആചരിക്കുന്ന എല്ലാവരും ഓർക്കാം. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. ഏറ്റവും എല്ലാം ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യവതരം ചെയ്ത ദൈവജനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനുമേ കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാവങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ ഔസേപിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ ഔസേപിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങേ അനുകരിക്കുന്നതിന് വേണ്ടി ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അതിനെ പോലെ ഇപ്പോഴും നീക്കാമേ. ദൈവത്തിൻ തിരുസുധനേ, പോറ്റി വളർത്തിയ പിഞ്ചും കിടാ
സമയം ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ നൽകുന്ന വിശുദ്ധൻ സ്വർഗത്തെ ഞങ്ങളെ മധ്യസ്ഥമാക്കിയ കൃപയിലായിരിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിലാപങ്ങൾ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രനെ വളർത്ത പിതാവിനും മധ്യസ്ഥയായിരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം സ്വർഗീയ അനുഗ്രഹങ്ങളും ശാരീരികാലികം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണമേ. ദൈവം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കവാടം തുറക്കും രക്ഷാതരാമോസ്തിയേ ശത്രുവിനടികൾ തകർക്കാം ശക്തിയും തുണയും തരേണം പ്രത്യേക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം സ്വർഗത്തിലങ്ങി വണങ്ങാം ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സുന്ദരമായ ദിവസം അനുഗ്രഹപ്രദമായി നമുക്ക് എല്ലാവർക്കും നൽകിയ സർവശക്തനും കാരുണ്യവാനും അനന്ത സ്നേഹനിധിയുമായ ദൈവമാണ് നമ്മുടെ മധ്യയിൽ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ മധ്യയെ നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. കരങ്ങൾ നേരിട്ടെ. ഹല്ലേലൂയ. യേശുവേ കർത്താവേ, എല്ലാത്തിനും നന്ദി. എല്ലാ മാതാപിതാക്കളോടും എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും എല്ലാ മക്കളോടും ചേർന്ന് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളോടും ചേർന്ന് കർത്താവേ ഞങ്ങൾ കേസരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ, അങ്ങയുടെ അഭിഷേകം, അങ്ങയുടെ കാരുണ്യം ശരീരമേ എല്ലാ രോഗികൾക്കും സൗഖ്യം ലഭിക്കണം. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ കെട്ടുകളും അഴിച്ചുവേ. കർത്താവേ, കൃപകളാൽ നിറയണമേ. അങ്ങേ കൃപ, അങ്ങേ കൃപ, അങ്ങയുടെ വാത്സല്യം, അങ്ങയുടെ മഹത്വത്തെ പകരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രിയനേ യേശുവേ രക്ഷകാ എൻ പ്രിയനേ യേശുവേ രക്ഷകാ നിൻ കരമെന്മേൽ വയ്ക്കാം ശുദ്ധി ചെയ്തേ കർത്താവേ അഗ്നിയിൽ കത്തട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ തിന്മകൾ, അശുദ്ധി, പാവത്തിന്റെ കെട്ടുകൾ, പൈശാചിക ബന്ധനം, തിന്മ, ശരീരം, മാനസികം, എല്ലാ തെറ്റുകളും, എല്ലാ പാവങ്ങളും, എല്ലാ ബലഹീനതകളും, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ദുശീലങ്ങളിൽ പെട്ടുപോയ വ്യക്തികൾ, തെറ്റായ സ്നേഹബന്ധം പെട്ടുപോയ എല്ലാ ശുദ്ധിയിലും ഈശോയുടെ നാമത്തില് എല്ലാ മക്കളെയും മോചിക്കണമേ. കർത്താവെ, പെട്ടുപോയിരിക്കുന്നവേ, എല്ലാ അകപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ മക്കളെയും, മക്കളെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ എല്ലാം ഈശോയെ കാത്തു പരിപാലിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകിയ ഈശോയെ, എല്ലാ രോഗികളെ, രോഗികളെ, ഹൃദ്രോഗികളെ, ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരെ, തളർന്നുപോയ
പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും. കരങ്ങൾക്കും ഈശോയ്ക്കും പരസ്പരം ബന്ധുവരും ഈശോ വിശുകാമയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ വളർത്തുതാതനേ, മേരിതൻ വിരക്തകാന്തനേ, തൃക്കുടുംബനാഥനേ മുന, തൃക്കടൽ വണങ്ങി വാഴ്ത്തിടാം. വാനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. പാരിനിത്ത ഭക്തരും പാടിടും മനോജ്ഞ ഗീതികൾ. ഈശോയെ വളർത്തുതാതനേ, മേരിതൻ വിരക്തകാന്തനേ, തൃക്കുടുംബനാഥനേ